ഇല്ലാ കാന സാദഹു ഇലന്നാർ. സ്വഹീഹ് മുസ്ലിം ഖാല റസൂലുള്ളാഹി. ഒരാൾ ഹറാമായ ഒരു മുതൽ നയിച്ചുണ്ടാക്കിയാൽ അതിന് അയാൾ സദഖ ചെയ്താൽ അള്ളാഹു ഒരിക്കലും അത് സ്വീകരിക്കൂല. ഇല്ലാ കാന സാദഹു ഇലന്നാർ. ആ ധനം അവന് നരകത്തിലേക്കുള്ള ഭക്ഷണമായിരിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അക്കാലത്തെ ഒരു ബോധം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നമുക്ക് അതൊന്നും ഇല്ല. ആ ബോധമൊക്കെ ഏകദേശമൊക്കെ പോയി. അതില്ലാന്ന് പറഞ്ഞിട്ടാണ് ചിരിച്ചാ പോരാ, അത് മടങ്ങി വരണം. അത് മടങ്ങി വരണം. നമ്മളെ പരിപാടി മടങ്ങി കൊണ്ടുവരണം. അള്ളാഹു മടക്കി കൊണ്ടുവരുമാറാകട്ടെ. മടങ്ങും. നമ്മളെല്ലാവരും പണിയെടുത്താൽ, ഹലാൽ ഹറാമിനെ സൂക്ഷിച്ചാൽ തീർച്ചയായും നമ്മുടെ ദഅവത്തും സംരംഭങ്ങളും വിജയിക്കും. അള്ളാഹു തആല വിജയിപ്പിച്ചെരുമാറാകട്ടെ. അള്ളാഹു മനസ്സിലായില്ല മുഅ്മിനീങ്ങളെ, ഏതായാലും പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം മനസ്സിലാക്കുക. അപ്പോൾ അവരെന്ത് ചെയ്തു? കഅബാലയത്തെ ചുമര് ഇടയിലാക്കിയിട്ട് പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. ബാക്കിയുള്ള സ്ഥലത്തേക്ക് അവരെന്ത് ചെയ്തു? ഒരടയാളം വെച്ചു. തവാഫ് ചെയ്യുമ്പോൾ പൂർണ്ണമായി ചുറ്റുകയും ചെയ്തു. കാരണം ഇതെന്താണ്? എന്താണ് കഅബാലയത്തിന്റെ ഉള്ളന്നെ. മനസ്സിലായില്ലേ മുഅ്മിനീങ്ങളെ? ഇത് കഅബാലയത്തിന്റെ ഉള്ളാണ്. നോക്കി ചിന്തിക്കണം. ഇവിടെ നമ്മളെ വിഷയം എന്താണെന്നറിയോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ഇവിടെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, എങ്ങനെ ഒരു ഭാഗം എടുത്തത്? ഒന്ന് അള്ളാഹുവിന്റെ ഹിക്മത്ത് തന്നെ. ഇത് അള്ളാഹിന്റെ ഹിക്മത്ത. എന്തുകൊണ്ട്? ഇത്രയും ഒരു സ്ഥലം ഇവിടെ ഒഴിഞ്ഞു കിടന്നാലല്ലേ മുഅ്മിനീങ്ങൾക്ക് എന്തിനു കഴിയൂ? കഅബാലയത്തിന്റെ ഉള്ളിൽ രാജാവിന്റെ സേന വന്നിട്ട് പൂട്ട് താഴെ തുറക്കേണ്ട ആവശ്യം മുസ്ലിമീങ്ങൾക്ക് ഇന്ന് ഇല്ല. കഅബാലയത്തിന്റെ ഉള്ളിൽ നിസ്കരിക്കാം. കാരണം ഇത് കഅബാലയത്തിന്റെ ഉള്ളാണ്. മനസ്സിലാക്കണം പ്രിയപ്പെട്ട മുഅ്മിനീൻ, ഇത് കഅബാലയത്തിന്റെ ഉള്ളാണ്. അതിന് പുറമെ ചിന്തിക്കുക. ഇത് കഅബാലയത്തിന്റെ ഉള്ളിൽ നിസ്കരിക്കുക, ഇതിന്റെ ഉള്ളിൽ ദുആ ചെയ്യുക, ആ കൂലി മുഴുവനും ഇങ്ങനെ ലഭിക്കും. മനസ്സിലാക്കണം. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഹിക്മത്തുകൾ എന്ന് മനസ്സിലാകുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഹാജറ ബീവിയുടെയും ഖബർ ഇവിടെയാണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. അവർ ബലമുള്ളവർ തന്നെയാണ്. മനസ്സിലാവണില്ല. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഹാജറ ബീവിയുടെയും ഖബർ ഈ കെട്ടിന്റെ ഉള്ളിലാണെന്ന് പ്രധാനപ്പെട്ട അഭിപ്രായം തന്നെയുണ്ട്. ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും സാറാ ബീവിയുടെയും ഇബ്രാഹിം നബിയുടെയും അലൈഹിസ്സലാത്തു വസ്സലാം ഖബർ ഫലസ്തീനിലാണ്. എന്നാൽ ഈ കെട്ടിന്റെ താഴെയാണ് മഹാനായ സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെയും ഖബർ ഈ കെട്ടിന്റെ താഴെയാണ് എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഭൂരിപക്ഷ ഏകകണ്ഠ അഭിപ്രായമല്ല എങ്കിലും ബലമുള്ള ചില ആളുകൾ അങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അതിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് റുക്നുൽ ഇറാഖിയുടെയും റുക്നുൽ ഹജറിന്റെയും ഇടയിൽ ഒരൽപ്പം പുറത്താണ് പരിശുദ്ധമായ ഇബ്രാഹിം മഖാം ഇബ്രാഹിം. ഇത് കഅബയിലേക്ക് ഹബീബായ റസൂലുള്ളാഹ് പരിശുദ്ധമായ മക്ക ഫതഹ് വരെ ഈ പരിശുദ്ധമായ കല്ല് കഅബാലയത്തിന്റെ ഉള്ളിലായിരുന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് ഇന്ന് നിൽക്കുന്ന സ്ഥലത്ത് സ്ഥാപിച്ചത്. ഇത് തൊട്ടുമുട്ടലോ ചുംബിക്കലോ സുന്നത്തില്ല. ഇതിന്റെ താഴെ 2 റക്അത്ത് നമസ്കരിക്കുകയാണ് വേണ്ടത്. മനസ്സിലായോ? ഇത് തൊട്ടുമുട്ടലും ചുംബിക്കലും ഒക്കെ സുന്നത്താണ്, അഭിവാദ്യം ചെയ്യലും സുന്നത്താണ്. എന്നാൽ ഇതിനെ തൊട്ടുമുട്ടലോ ചുംബിക്കലോ സുന്നത്തില്ല. മനസ്സിലാക്കുക. ഇതാണ് ഇപ്പൊ പ്രധാനമായി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. തവാഫ് ചെയ്യുന്ന ആള് ചില നിബന്ധനകൾ പരിശുദ്ധമായ തവാഫിനുണ്ട്. വളരെ ആലോചിച്ച് അല്ലാഹു തആല നാഫിയായ ഇൽമിനെ തരട്ടെ. ഒന്നാമത്തെ നിബന്ധന ശ്രദ്ധിക്കുക. ആ നിബന്ധന പറഞ്ഞ പിന്നെ നമുക്ക് ബാക്കിയിലേക്ക് കടക്കാം. മുഅ്മിനീങ്ങളെ, തവാഫ് 4 ജാതിയാണ്. ഒന്ന് തവാഫുൽ ഖുദൂം, മക്കയിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് സുന്നത്തുള്ള തവാഫാണ്. ഏത്? തവാഫുൽ ഖുദൂം. എന്നാൽ ഹജ്ജിന് ഇഹ്റാം കിട്ടിയോ? മനസ്സിലായില്ല. അതേപോലെ തന്നെ മനസ്സിലാവണില്ലേ? വളരെ ചിന്തിക്കണം, മനസ്സിലാക്കണം. 131 കിലോമീറ്ററിന്റെ ദൂരത്തേക്ക് പോകുന്ന ആളുകൾ പോകുമ്പോൾ വിദാഇന്റെ തവാഫും ചെയ്യണം, മടങ്ങി വരുമ്പോൾ ഖുദൂമിന്റെ തവാഫും ചെയ്യണം. അതല്ല, മടങ്ങി വരുമ്പോൾ അവർ ഇഹ്റാം ചെയ്തിട്ടാണ്, ഉംറക്ക് ഇഹ്റാം ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ അവർ ചെയ്യുന്ന തവാഫ് എന്തായിരിക്കും? ഉംറയുടെ തവാഫായിരിക്കും. മനസ്സിലായില്ല. 4ാമത്തെ തവാഫാണ് തവാഫ് തതവ്വുഇ, ആവർത്തിച്ച് ചെയ്യുന്ന തവാഫ്. എപ്പോഴും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വാഫ ബിൽ ബൈത്തി 50 മറ ഖറജ മിൻ ദുനൂബിഹി കയൗമ വലദതുഹു ഉമ്മുഹു ഖാല റസൂലുള്ളാഹി
ഒരാൾ പരിശുദ്ധ കഅബാലയത്തിന് ഒരാൾ 50 വട്ടം തവാഫ് ചെയ്താൽ, 50 വട്ടം തവാഫ് എന്ന് പറഞ്ഞാൽ ഒരു വട്ടം ചുറ്റലല്ല, 7 വട്ടം ചുറ്റലാണ് ഒരു തവാഫ്. ഒരു പ്രാവശ്യം ചുറ്റലിന് ഒരു തൗഫത്ത് എന്നാണ് പറയുക. 7 തവണ ചുറ്റുന്നതാണ് എന്ത്? ഒരു തവാഫ്. വളരെ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം. ഒരു തവണ ചുറ്റുന്നതിന് ഒരു ശൗത്ത് തവാഫ് എന്നോ അല്ലെങ്കിൽ ഒരു തൗഫത്ത് എന്നോ പറയും. 7 തവണ ചുറ്റുമ്പോഴേ ഒരു തവാഫുള്ളൂ. 50 തവാഫ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? 7 × 50 എത്രയായി? 350 തന്നെ. മൻ ത്വാഫ ബിൽ ബൈത്തി 50 മറ, ഒരാൾ കഅബാലയത്തിന് 50 തവണ തവാഫ് ചെയ്താൽ ഖറജ മിൻ ദുനൂബിഹി, അവന്റെ ദോഷത്തിൽ നിന്ന് അവൻ പുറപ്പെടും. കയൗമ വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെ അവൻ പുറപ്പെടും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്തിനാ ഞാൻ പറഞ്ഞെന്നറിയോ? ഇതെല്ലാ നേരത്തും ചെയ്യും. രാവിലെ ഇറങ്ങാ, ഉച്ചക്ക് ഇറങ്ങാ, വൈകുന്നേരം, എല്ലാവരും ഏത് നേരം തവാഫ് ചെയ്യാം. അതെല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അതിന് ഇഹ്റാമിലായിക്കൊള്ളണം എന്നൊന്നും ഇല്ല. ഏത് നേരവും ആ പ്രവർത്തനം നടത്താവുന്നതാണ്. മക്കയിൽ പോയ പ്രധാനപ്പെട്ട അമലും അത് തന്നെയാണ്. ലികുല്ലി മസ്ജിദിൻ തഹിയ്യ വതഹിയ്യത്തുൽ ഹറമി അത്തവാഫ് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് പള്ളി കയറിയാലും 2 റക്അത്ത് നിസ്കരിക്കണം. എന്നാൽ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ കയറിയാൽ ചെയ്യേണ്ടത് തവാഫാണ്. ലികുല്ലി മസ്ജിദിൻ തഹിയ്യ വതഹിയ്യത്തുൽ ഹറമി അത്തവാഫ്. മനസ്സിലായില്ലേ? എല്ലാ പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് സുന്നത്താണ് പ്രധാനമായിട്ടുള്ളത് തഹിയ്യത്ത്. എന്നാൽ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ കയറിയാൽ തഹിയ്യത്ത് തവാഫാണ്. മനസ്സിലായി? ഇപ്പം 4 ജാതി തവാഫുണ്ട്. ഒന്ന് തവാഫുൽ ഖുദൂം, 2 തവാഫുൽ ഇഫാല, ആവശ്യാനുസരണം പിന്നെയും നമുക്കത് വിശദീകരിക്കാം. 3 തവാഫുൽ ബിദാ, ഒന്നിരിക്കൽ എല്ലാം കഴിഞ്ഞു പോരുമ്പോൾ, അല്ലെങ്കിൽ മക്കയെന്ന് 131 കിലോമീറ്ററിന് പുറത്തേക്കുള്ള യാത്രകളിലെല്ലാം വാജിബാണ് എന്ത്? തവാഫുൽ ബിദാ. മനസ്സിലായില്ലേ മോമിനീങ്ങളെ? 4ാമത്തെ തവാഫാണ് തവാഫു തത്തബുഈ, സുന്നത്തായ തവാഫ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഇനി ഞാൻ അതിന്റെ വാജിബാത്തുകൾ വിശദീകരിക്കാം. അപ്പൊ നമുക്ക് ആ കൂട്ടത്തിൽ ബാക്കിയുള്ള ഒക്കെ ഒന്ന് കാണിക്കുകയും ചെയ്യാം. വേഗം ശ്രദ്ധിക്കുക. ഒന്ന് തവാഫിന്റെ വാജിബാത്തുകളിൽ 1ാമത്തെ കാര്യം സിത്റുൽ ഔറത്തി, ഔറത്ത് മറക്കുക. എഴുതിയൊക്കെ തവാഫ് ചെയ്യുമ്പോൾ ശക്തമായ നിബന്ധനകളുണ്ട്. 1ാമത്തെ നിബന്ധന സിത്റുൽ ഔറത്തി, ഔറത്ത് മറക്കലാണ്. ഔറത്ത് മറക്കാതെ ഒരാൾ തവാഫ് ചെയ്താൽ നിസ്കാരം പോലെയാണ്. ഔറത്ത് മറക്കാതെ നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹല്ല എന്നതുപോലെ ഔറത്ത് മറക്കാതെ ഒരാൾ തവാഫ് ചെയ്താൽ തവാഫ് സ്വഹീഹല്ല. ശ്രദ്ധിക്കണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിഷയം ഇത് വല്ലാതെ ശ്രദ്ധിക്കേണ്ടത് ആരാന്നറിയോ? പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങൾ നല്ലോണം ഇത് ചിന്തിക്കണം. പെണ്ണുങ്ങൾ ഇത് വളരെ ആലോചിക്കണം, ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. പെണ്ണിനെ വളരെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നല്ലോണം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ വിഷയം പറഞ്ഞിട്ട് ഈലാഹിൽ വിശദീകരിക്കുന്നുണ്ട്. വമൻ ത്വാഫത മിനൻ നിസാഇൽ ഹറായിരി മക്ശൂഫത്തിർ റിജ്ലി ഔ ശൈഇൻ മിൻഹാ ഔ ത്വാഫത കാശിഫത ജുസ്ഇൻ മിൻ റഅസിഹാ ലം യസിഹ തവാഫുഹാ. പെണ്ണുങ്ങൾ ഇത് വളരെ ചിന്തിക്കണം, നല്ലോണം ചിന്തിക്കേണ്ട വിഷയമാണ്. വമൻ ത്വാഫത മിനൻ നിസാഇൽ ഹറായിരി, പെണ്ണുങ്ങൾ തവാഫ് ചെയ്താൽ മക്ശൂഫത്തർ റിജ്ലി, കാല് വെളിവാക്കിയിട്ടോ, ഔ ജുസ്ഇൻ മിൻഹാ, അല്ലെങ്കിൽ കാലിൽ നിന്നുള്ള ഒരൽപ്പം വെളിവാക്കിയിട്ടോ, ഔ കാശിഫതൻ ഔ ത്വാഫത കാശിഫത ജുസ്ഇൻ മിൻ റഅസിഹാ, തലയിലുള്ള ഒരൽപ്പത്തെ വെളിവാക്കിയിട്ടോ ചെയ്താൽ ലം യസിഹ തവാഫുഹാ, തവാഫ് സ്വഹീഹാവുകയില്ല. തവാഫ് സ്വഹീഹായിട്ടില്ലെങ്കിൽ ഇഫാദത്തിന്റെ തവാഫൊക്കെ ആവുമ്പോൾ ഹജ്ജും സ്വഹീഹാവുകയില്ല. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? വളരെ ചിന്തിക്കണം. ഇത് പെണ്ണുങ്ങൾ വളരെ മനസ്സിലാക്കേണ്ടതാണ്. ഒന്നുകൂടി ഞാൻ പറയാം. അതുകൊണ്ട് പെണ്ണുങ്ങൾ നിർബന്ധമായും തവാഫിൽ സോക്സ് ധരിക്കേണ്ടതാണ്. കാലിന്റെ ഒരൽപ്പം പോലും പുറത്ത് കാണിക്കാൻ പാടില്ല. ഒരൽപ്പം. ഞാൻ ഈ അല്പം എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാവുന്നത് പൊട്ടിയ സോക്സ് പോലും ഇടാൻ പാടില്ല. കാരണം പൊട്ടിയ സോക്സ് ഇട്ടാൽ ഉണ്ടാവും അതിന് ഒരു ജുസ് എന്ന് പറഞ്ഞാൽ ഒരല്പഭാഗം. നമുക്ക് ഒന്നുകൂടി അയിബാർത്ത് വായിക്കാം.
ومن طافت من النساء الحرائر مكشوفة الرجل أو شيء منها أو طافت كاشفة جزء من رأسها لم يصح طوافها طواف സഹിയാവുകയില്ല حتى എത്രത്തോളം എന്ന് പറഞ്ഞാൽ ലൗ ലഹറത്ത് ശഅറത്തും മിൻ ശഅരി റസിയാ വലിയ ഗൗരവമുള്ള വിഷയമാണ് കേട്ടോ. ഹത്താ എത്രത്തോളം എന്ന് പറയോ ലൗ ലഹറത്ത് ഇമാം നവവി ഈലാഹിൽ പറയാണ്, റഹ്മത്തുള്ളാന്റെ വകയല്ല, ഇമാം നവവി ഈ വിഷയം ഈലാഹിൽ പറയുകയാണ്, ഹജ്ജിന്റെ തവാഫിനെ വിശദീകരിക്കുകയാണ്. ഹത്താ ഒരു പെണ്ണ് തവാഫ് ചെയ്തപ്പോൾ ലൗ ലഹറത്ത് ശഅറത്തും മിൻ ശഅരി റസിയാ ഒരു പെണ്ണിന്റെ മുടിയിൽ നിന്ന് ശഅറത്തും മിൻ ശഅരി റസിയാ ഒരു മുടി പ്രത്യക്ഷമായാൽ, ഒരു മുടി ഒറ്റമുടി നല്ലോണം ചിന്തിക്കണം. അള്ളാഹു പൊറുക്കുന്നൊന്നും പറയണ്ട. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ലാതെ നിൽക്കാലോ, എന്ത് പറയാം, അള്ളാഹു പൊറുക്കുന്നാണ് പറയുന്നത്. അള്ളാഹു പൊറുക്കുന്ന് പറയാൻ പറ്റില്ല ഇവിടെ. ചിന്തിക്കണം. പുതിയാപ്പളിൻ്റെ ഒപ്പം പുതിയാപ്പളിൻ്റെ 1,00,000 ഉറുപ്പ്യൊക്കെ ചിലവാക്കിയിട്ട് ഹജ്ജിന് പോവുക, എന്നിട്ട് അയാൾക്കും ഗുണമില്ല നമുക്കും ഗുണമില്ല, അക്കോലത്തിന് മടങ്ങിപ്പോവുക. അതുകൊണ്ട് ചിന്തിക്കണം, ഇത് കളിയല്ല. അല്ലെങ്കിൽ കാലിന്റെ ഒരു നഖം വെളിവായാൽ, ഇതെന്തിനാ ഞാൻ പറഞ്ഞത്, ഇത് ഉസ്താദുമാര് പറഞ്ഞാൽ അത് അയാൾ നീട്ടി പറഞ്ഞാന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഇബാറ തന്നെ വായിച്ചത്. അങ്ങനെ തന്നെ കാലിന്റെ ഒരു നഖം വെളിവാക്കിയാൽ ലം യസിഹ തവാഫുഹാ പെണ്ണിന്റെ തവാഫ് സഹിയല്ല. ലിഅന്നദാലിക ഔറത്തും മിന്നാ അത് അവളിൽ നിന്നുള്ള ഔറത്താണ്. യുസ്തർതു സിത്റുഹു ഫിത്തവാഫി അത് പൂർണ്ണമായി തവാഫിൽ മറക്കൽ ഷറത്താണ്. കമാ യുസ്തർതു ഫിസ്സലാത്തി നിസ്കാരക്കൽ മനസ്സിലാവണില്ലേ പറഞ്ഞത്, നിസ്കാരത്തിൽ മറക്കൽ ഷറത്തായതുപോലെ അത് തവാഫിൽ മറക്കൽ ഷറത്താകുന്നു. ഇങ്ങനെ ഒരു പെണ്ണ് തവാഫ് ചെയ്ത് പോന്നാൽ എന്നിട്ട് ഹജ്ജും കഴിഞ്ഞ് മടങ്ങിപ്പോന്നാൽ ഫഖദ് റജഅത് ബിഗൈരി ഹജ്ജിൻ അവൾ ഹജ്ജില്ലാതെ മടങ്ങിപ്പോന്നിരിക്കുന്നു. ലഹാ വലാ ഉംറ അവൾക്ക് ഹജ്ജുമില്ല വലാ ഉംറ. വളരെ ആലോചിക്കേണ്ട വിഷയമാണ്, വളരെ ചിന്തിക്കണം. പെണ്ണുങ്ങളൊക്കെ നല്ലോണം ഒരു മുടിയുടെ ഒരു അല്പഭാഗം പോലും പെണ്ണുങ്ങൾ തുറന്നിടാൻ പാടില്ല. അത് വളരെ ചിന്തിക്കണം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഒന്നാമത്തെ രണ്ടാമത്തെ മനസ്സിലായില്ല. അപ്പൊ പൂർണ്ണമായി ഔറത്തിനെ മറക്കലാണ് ഒന്ന്. പൂർണ്ണമായി ഔറത്തിനെ മറക്കൽ ഒന്ന്, വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന്. രണ്ടാമത്തെ അത്വഹാറത്തു ശുദ്ധി ഉണ്ടായിരിക്കലാണ്. മിനൽ ഹദസി വഅനിൻ നജാസതി ഫിൽ ബദനി വസ്സൗബി വൽ മകാനി പൂർണ്ണമായ ശുദ്ധി ഉണ്ടായിരിക്കണം. ചെറിയ അശുദ്ധിയെ തൊട്ടും വലിയ അശുദ്ധിയെ തൊട്ടും പൂർണ്ണമായി അവന് ശുദ്ധി ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെയോ വഅനിൻ നജാസതി നജസിനെ തൊട്ടും ശുദ്ധിയായിരിക്കണം. ഫിൽ ബദനി ശരീരത്തിലെവിടെയും നജസ് ഉണ്ടാകാൻ പാടില്ല, ചിന്തിക്കണം. ഒഫിസ്സൗബി വസ്ത്രത്തിലുണ്ടാകാൻ പാടില്ല. വൽ മക്കാനി അവൻ അല്ലദീ യതഉഹു അവൻ ചവിട്ടുന്ന ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട്. പഴയ കാലത്തൊക്കെ ഇഷ്ടം പോലെ ഈ പ്രാവും മറ്റൊക്കെ പിന്നെ വന്നിട്ട് കാഷ്ടിച്ചിരുന്നു. ഇന്നത്തെ മത്താപ്പിന്റെ സൗകര്യമൊന്നുമില്ല. അന്ന് കല്ലുകളായിരുന്നു, കല്ല് പാകിയതായിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നല്ല സൗകര്യം മാത്രമല്ല, എന്തെങ്കിലും ഇങ്ങനെ നോക്കി നടക്കുക. ഓരോ സെക്കൻഡിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, ശുദ്ധീകരിക്കുന്നുണ്ട്. വലിയ ഒരു നിഅമത്താണ് അവർ ചെയ്തുകൊണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ഇസ്സത്തും പുരോഗതിയും അള്ളാഹുവിൻ്റെ മൗഫിറത്തും ഒക്കെ അള്ളാഹു അവർക്ക് നൽകട്ടെ. വലിയൊരു നിഅമത്താണ് അവർ ചെയ്യുന്നത്. അന്നും അത്രയൊക്കെ തന്നെ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. നമ്മൾ അവരെ കുറ്റം നോക്കേണ്ട ഉത്തരവാദികളല്ല. കുറ്റം നോക്കേണ്ടവൻ ആരാണ്? അള്ളാഹുവാണ്. നമ്മൾ അവർ ചെയ്യുന്ന വലിയ നിഅമത്താണ്, ചെറിയ നിഅമത്തൊന്നും അവർ ചെയ്യുന്നത്. എന്താണെങ്കിലും അവർ വളരെ വലിയ നിഅമത്താണ്. അള്ളാഹു തആല അവർക്ക് അതിന് പുറമെ ഇനി ഇജ്ജത്തും ധീരതയും ഈമാനും ഒക്കെ അള്ളാഹു തആല നൽകുമാറാകട്ടെ. ഇപ്പൊ എത്ര പറഞ്ഞു? രണ്ട്. മൂന്നാമത്തെ കാര്യം അയ്യക്കൂന തവാഫ് മുഴുവനും അയ്യക്കൂന തവാഫു ഫിൽ മസ്ജിദി പള്ളിയിലായിരിക്കണം. തവാഫ് പള്ളിന്റെ ഉള്ളിൽ, കഅബാലയത്തിന്റെ പുറത്താണോടുകൂടെ പള്ളിന്റെ ഉള്ളിൽ തന്നെ ആവണം. അതോടുകൂടെ തന്നെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം അവൻ നിൽക്കുന്ന ഭൂമി, അവൻ തവാഫിന് ചവിട്ടുന്ന സ്ഥലം കഅബാലയത്തിന്റെ സഖഫിനേക്കാൾ ഉയരാൻ പാടില്ല എന്ന ഒരു പ്രധാനപ്പെട്ട അഭിപ്രായവും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അതിനെതിരായി പറഞ്ഞവരുമുണ്ട്. എങ്കിലും അത് പ്രധാനപ്പെട്ട അഭിപ്രായമാണ്, അത് ശ്രദ്ധിക്കുക. ചില ആളുകളൊക്കെ മൂന്നാം തട്ടിന്റെ മുകളിൽ തവാഫ് ചെയ്യുന്ന ഇത് പാടില്ല.